മലയാളം കമ്പ്യൂട്ടിംഗ് ക്ലാസ് 5 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളം കമ്പ്യൂട്ടിങ്ങിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ്. ഈ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ കീബോർഡ് ലേഔട്ടും ഫോൺസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഈ ക്ലാസ്സോടുകൂടി നിങ്ങളെ DCS സിലബസിലെ DTP ആൻഡ് മലയാളം കമ്പ്യൂട്ടിംഗ് എന്നുള്ള സിലബസിലെ മലയാളം കമ്പ്യൂട്ടിംഗ് എന്നുള്ള മോഡ്യൂൾ അവസാനിക്കുകയാണ്. ആദ്യം നമുക്ക് കീബോർഡ് ലേഔട്ട്സ്. മലയാളം കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി നമ്മൾ പലതരം കീബോർഡ് ലേഔട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്ക്രിപ്റ്റ് മലയാളം കീബോർഡ് ലേഔട്ട്, മലയാളം ടൈപ്പ്റൈറ്റർ കീബോർഡ് ലേഔട്ട്, ഫോണറ്റിക് ഇംഗ്ലീഷ് കീബോർഡ് ലേഔട്ട്. ഈ 3 തരം കീബോർഡ് ലേഔട്ട്സ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് ഇൻസ്ക്രിപ്റ്റ് മലയാളം കീബോർഡ് ലേഔട്ട്. ആ കീബോർഡ് ലേഔട്ട്, ഇൻസ്ക്രിപ്റ്റ് മലയാളം കീബോർഡ് ലേഔട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇൻസ്ക്രിപ്റ്റ് മലയാളം കീബോർഡ് ലേഔട്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ കീയിലും ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് പുറമെ മലയാളം അക്ഷരങ്ങളും കാണാൻ പറ്റും. അത് നീല നിറത്തിൽ താഴെ എഴുതിയിരിക്കുന്നതും ബ്രൗൺ നിറത്തിൽ മുകളിൽ എഴുതിയിരിക്കുന്നതും. സാധാരണ കീ പോലെ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നീല നിറത്തിലുള്ള ക്യാരക്ടേഴ്സ് വരും. അതേസമയം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ ബ്രൗൺ നിറത്തിലുള്ള മലയാളം ക്യാരക്ടേഴ്സ് വരും. അങ്ങനെ നമുക്ക് ഈ ഇൻസ്ക്രിപ്റ്റ് മലയാളം കീബോർഡ് ലേഔട്ട് വെച്ച് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ കീബോർഡ് കോമ്പിനേഷൻസ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ നോക്കിയതാണ്. അടുത്ത മലയാളം ടൈപ്പ്റൈറ്റർ കീബോർഡ് ലേഔട്ട്. ഈ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ മലയാളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ മലയാളം യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് അതേ കീബോർഡ് ലേഔട്ട് വേണമെങ്കിൽ കമ്പ്യൂട്ടർ നമുക്ക് യൂസ് ചെയ്യാം. അതിനു വേണ്ടിയാണ് നമ്മൾ മലയാളം ടൈപ്പ്റൈറ്റർ കീബോർഡ് ലേഔട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേഔട്ട് ചെയ്യുന്ന ചില കീസിലൊക്കെ വ്യത്യാസം മലയാളം ടൈപ്പ്റൈറ്റർ കീബോർഡ് ലേഔട്ട് കാണും. പക്ഷേ എൻ്റെ അഡ്വാൻറ്റേജ് കൺവെൻഷണൽ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ പഠിച്ചവർക്ക് ഇത് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ മലയാളം ടൈപ്പ്റൈറ്റർ കീബോർഡ് ലേഔട്ട് യൂസ് ചെയ്യുന്നത്. QWERTY കീബോർഡ് ലേഔട്ട്, ഫോണറ്റിക് കീബോർഡ്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ QWERTY കീബോർഡ് ലേഔട്ട്, ഫോണറ്റിക് കീബോർഡ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് മലയാളം ക്യാരക്ടേഴ്സ് ഒന്നും കാണുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് ഫോണറ്റിക് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കേരളം എന്ന് ടൈപ്പ് ചെയ്യണമെന്നിരിക്കട്ടെ, നമ്മൾ KERALAM എന്ന് ടൈപ്പ് ചെയ്യും. അപ്പം മലയാളത്തിൽ കേരളം എന്ന് അടിച്ചു വരും. അപ്പം ഫോണറ്റിക് ശബ്ദമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഓരോ മലയാളം വേർഡും എങ്ങനെയാണ് നമ്മൾ ശബ്ദിക്കുന്നത് അല്ലെങ്കിൽ ഉച്ചരിക്കുന്നത്, ആ ഉച്ചരിക്കുന്ന സ്പെല്ലിങ് നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സ് ടൈപ്പ് ചെയ്യും. അപ്പം ഈ QWERTY കീബോർഡ് ഫോണറ്റിക് കീബോർഡ് സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയർ നമ്മൾ കീബോർഡ് ടൈപ്പ് ചെയ്തത് ഇംഗ്ലീഷ് വേർഡ് ആണെങ്കിലും അതിൻ്റെ എക്സാക്റ്റ് മലയാളം അത് നമ്മളെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഈ ഇൻസ്ക്രിപ്റ്റ് പോലത്തെ കീ കോമ്പിനേഷൻസ് നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ കമ്പാരിസൺ നമ്മൾ അടുത്ത് നോക്കുന്നുണ്ട്. കമ്പാരിസൺ ഓഫ് ഫോണറ്റിക് ആൻഡ് ഇൻസ്ക്രിപ്റ്റ് മെത്തേഡ്സ്. യൂണിക്കോഡ് മലയാളത്തിലെ ഫോണറ്റിക് കീബോർഡും ഇൻസ്ക്രിപ്റ്റ് കീബോർഡും തമ്മിൽ യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ 2 മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ലേണിംഗ്. ഫോണറ്റിക് കീബോർഡിന് പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇംഗ്ലീഷ് കീബോർഡാണ്. അവിടെ നമ്മൾ ഇംഗ്ലീഷ് ആണ് നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്കിപ്പം കേരളം എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ KERALAM, പുസ്തകം ടൈപ്പ് ചെയ്യണമെങ്കിൽ PUSHKLAM എന്നങ്ങ് ടൈപ്പ് ചെയ്താൽ മതി. അതേസമയം ഇൻസ്ക്രിപ്റ്റിലാണെങ്കിൽ നമ്മൾ ആ കീസ് അറിയണം.
അതേപോലെ ലേബലിംഗ് കീബോർഡ് ഇൻ ദി ലാംഗ്വേജ്. ഫോണറ്റിക്കിലാണെങ്കിൽ QWERTY കീബോർഡ് ഇൻബിൽറ്റ് ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന QWERTY കീബോർഡ് പോലെ. ഇൻസ്ക്രിപ്റ്റിലാണെങ്കിൽ റിക്വയർഡ് അണ്ടിൽ ലേണിംഗ് ബ്ലൈൻഡ് ടൈപ്പിംഗ്. നമ്മൾ ബ്ലൈൻഡ് ടൈപ്പിംഗ് പഠിക്കുന്നത് വരെ നമുക്ക് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേഔട്ടിൽ മലയാളം അക്ഷരങ്ങൾ കാണിച്ചിരിക്കണം. മലയാള അക്ഷരങ്ങൾ കാണിച്ചാൽ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റൂ. പക്ഷെ കുറേ ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കീബോർഡ് നോക്കേണ്ട ആവശ്യമില്ല. അതിനെയാണ് നമ്മൾ ബ്ലൈൻഡ് ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ആ സ്ഥിതി എത്തിക്കഴിയുമ്പം പിന്നെ മലയാള അക്ഷരം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എക്സ്പെഷ്യലി പഠിക്കുന്ന സമയത്ത് ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ലേബലിംഗ് വേണം. നോളജ് ഓഫ് സ്ക്രിപ്റ്റ് ഫോണറ്റിക് നോട്ട് നീഡഡ്, ഇൻസ്ക്രിപ്റ്റ് നെസസറി. കാരണം നമുക്കറിയാം ഇൻസ്ക്രിപ്റ്റിലെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ നോക്കി ഓരോ കീക്കും പ്രത്യേകം കോമ്പിനേഷൻ ഉണ്ട്. അത് അറിഞ്ഞാലേ ടൈപ്പ് ചെയ്യാൻ പറ്റൂ. ഇതിൽ ഫോണറ്റിക്കിലാണെങ്കിൽ നമ്മൾ മലയാളം വേർഡ്സ് ഇംഗ്ലീഷ് സ്പെല്ലിംഗ് യൂസ് ചെയ്ത് ടൈപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നോളജ് ഓഫ് കീസ് ലേഔട്ട്. ഫോണറ്റിക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു QWERTY കീബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലേഔട്ട് അറിയണം. പക്ഷേ ഇൻസ്ക്രിപ്റ്റിലാണെങ്കിൽ ആ കീ ലെറ്റർ ഓരോ ലെറ്ററിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയതുപോലെ ഓരോ ഇൻസ്ക്രിപ്റ്റ് വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ അതിന് കീ കോമ്പിനേഷൻ ഉണ്ട്, അതിൻ്റെ പൊസിഷൻ അറിയണം. ടെക്നിക്ക് ഫോണറ്റിക്കിനകത്ത് എൻകോഡിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇൻസ്ക്രിപ്റ്റിനകത്ത് ഗെറ്റ് വാട്ട് കീ യു ടൈപ്പ്, ഏത് കീയാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അതനുസരിച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റും. റിക്വയർഡ് ഇൻസ്റ്റാൾ ഫോണറ്റിക്കിൽ ഗൂഗിൾ ട്രാൻസ്ലേഷൻ സോഫ്റ്റ്വെയർ വേണം. ഈ ട്രാൻസ്ലേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ് നമ്മൾ മലയാളം വേർഡ്സ് ഇംഗ്ലീഷ് എഴുതുമ്പം അതിനെ കൺവേർട്ട് ചെയ്ത് തിരിച്ച് മലയാളം ആക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഗൂഗിൾ ട്രാൻസ്ലിട്രേഷൻ IME പോലത്തെ സോഫ്റ്റ്വെയർസ് ആവശ്യമുണ്ട്. പക്ഷേ ഇൻസ്ക്രിപ്റ്റിലാണെങ്കിൽ ഇൻസ്ക്രിപ്റ്റ് കീബോർഡും ഫോണ്ടും മാത്രം മതി നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത ടൈപ്പിംഗ്. ടൈപ്പ് ദി സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ്, example Manglish, and the software converts it to the script of the Malayalam language or any other Indian language selected. നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ച്. ഇവിടെ നമ്മളിപ്പോൾ മലയാളം കമ്പ്യൂട്ടിംഗ് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ മലയാളം ലാംഗ്വേജെ പറ്റി പറയും. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ഇംഗ്ലീഷ് വേർഡ് മലയാളം വേർഡ് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. മലയാളം വേർഡ് ഇംഗ്ലീഷ് ടൈപ്പ്, അതിനാണ് നമ്മൾ മംഗ്ലീഷ് എന്ന് പറയുന്നത്. അതേസമയം ഇൻസ്ക്രിപ്റ്റിലാണെങ്കിൽ ഇൻസ്ക്രിപ്റ്റിൻ്റെ കീ കോമ്പിനേഷൻ ഉണ്ട്. ആ കീ കോമ്പിനേഷൻ അനുസരിച്ചാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മൾ ചെറിയ പുള്ളിയായാലും വലിയ പുള്ളിയായാലും അവിടെ ആക്ച്വൽ അക്ഷരം ടൈപ്പ് ചെയ്തിട്ടാണ് പുള്ളിയുടെ ടൈപ്പ് ചെയ്യുന്നത്. ആസ് യു ടൈപ്പ് തിങ്ക് ദി ലാംഗ്വേജ് ഇൻ ഇംഗ്ലീഷ്. ഫോണറ്റിക്കിലാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ചിന്തിക്കേണ്ടി വരും. പക്ഷേ ഇൻസ്ക്രിപ്റ്റിലാണെങ്കിൽ നമുക്ക് ആ കീ കോമ്പിനേഷൻ അറിയണം. പക്ഷെ അത് കുറേ പഠിച്ചു കഴിയുമ്പം അത് നമുക്ക് ഈസി ആയിട്ട് വരും. ഇതാണ് ഫോണറ്റിക് കീബോർഡും ഇൻസ്ക്രിപ്റ്റ് കീബോർഡും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ഫോണ്ട്. A font is a graphical representation of text that may include a different typeface, point size, pitch and weight. നമുക്കറിയാം, ഇപ്പം ഇംഗ്ലീഷ് ഫോണ്ട് എടുത്താലും മലയാളം ഫോണ്ട് എടുത്താലും നമ്മൾ വേർഡ് പ്രോസസിംഗ് ഒക്കെ യൂസ് ചെയ്യുമ്പം പലതരം ഫോണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാണെങ്കിൽ ടൈംസ് ന്യൂ റോമൻ ഒരു ഫോണ്ടാണ്, ഏരിയൽ വേറൊരു ഫോണ്ടാണ്, ജോർജിയ വേറൊരു ഫോണ്ടാണ്. അതേപോലെ മലയാളത്തിൽ MLTT, കാർത്തിക, അക്ഷര കൈരളി, തൂലിക എന്നൊക്കെ പറഞ്ഞ പല ഫോണ്ട്സ് ഉണ്ട്. അപ്പം ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ടെക്സ്റ്റ്. നമ്മൾ സാധാരണ ഫോണ്ട് യൂസ് ചെയ്യുന്നത് അക്ഷരങ്ങൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക ശൈലി അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്റ്റൈൽ കാണും. A font is a graphical representation of text that may include a different typeface. ഒരു ഫോണ്ടിന് സാധാരണ ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ പറയും. ടൈപ്പ് ഫേസ് ഒരു പ്രോപ്പർട്ടിയാണ്, പോയിന്റ് സൈസ് ഒരു പ്രോപ്പർട്ടിയാണ്, പിച്ച് ഒരു പ്രോപ്പർട്ടിയാണ്, അതേപോലെ വെയിറ്റ് എന്നുള്ളത് വേറെ പ്രോപ്പർട്ടിയാണ്. അപ്പം ഈ 4 എണ്ണം ടൈപ്പ് ഫേസ്, പോയിന്റ് സൈസ്, പിച്ച്, വെയിറ്റ്. ഇനി നമുക്കത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ടൈപ്പ് ഫേസ്. ടൈപ്പ് ഫേസ് ഇസ് എ ഡിസൈൻ ഓഫ് എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. ഇംഗ്ലീഷ് അക്ഷരമാല A to Z ഉണ്ട്. നമ്മൾ ഏത് ഫോണ്ട് എടുത്താലും A to Z ലെറ്റേഴ്സ് കാണും. പക്ഷെ അതിൻ്റെ അപ്പിയറൻസിൽ വ്യത്യാസം കാണും. അപ്പം എല്ലാ ഇംഗ്ലീഷ് എല്ലാ ഫോണ്ടിലും എന്നൊരു ഇംഗ്ലീഷ് ആൽഫബറ്റ് ഒരേപോലെ അല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ മലയാളം എടുത്തു കഴിഞ്ഞാലും പല ടൈപ്പ് മലയാളം ഫോണ്ടിലും എന്നുള്ള അക്ഷരത്തിൻ്റെ അപ്പിയറൻസിൽ വ്യത്യാസം കാണും. അതിനെയാണ് നമ്മൾ ടൈപ്പ് ഫേസ്. അപ്പോൾ ടൈപ്പ് ഫേസ് ഇസ് എ ഡിസൈൻ ഫോർ എ സെറ്റ് ഓഫ് ലാംഗ്വേജസ്.
സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. അടുത്ത പോയിന്റ് സൈസ്. പോയിന്റ് സൈസ് ഇസ് എ മെഷർമെന്റ് ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി ക്യാരക്ടേഴ്സ്. നമുക്കറിയാം, നമ്മൾ MS വേർഡൊക്കെ യൂസ് ചെയ്യുമ്പം അവിടെ 8 മുതൽ 72 വരെയുള്ള പോയിന്റ് സൈസ് ഉണ്ട്. അപ്പം സൈസ് കൂടുന്തോറും ക്യാരക്ടേഴ്സിൻ്റെ പോയിന്റ് സൈസ് കൂടുന്തോറും ക്യാരക്ടേഴ്സിൻ്റെ സൈസും കൂടും. അപ്പം ഈ ഹൈറ്റ്, ക്യാരക്ടേഴ്സിൻ്റെ ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെഷർമെൻ്റ് ആണ് ഈ പോയിന്റ് സൈസ്. ഈച്ച് പോയിന്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി 1/72 ഓഫ് ആൻ ഇഞ്ച്. അതുകൊണ്ടാണ് അവിടെ 8 മുതൽ 75 വരെ പോയിന്റ് സൈസ് വരുന്നത്. ഓരോ പോയിന്റ് എന്ന് പറയുന്നത് 1 ഇഞ്ചിൻ്റെ 72 ഒരു അംശമാണ്. അടുത്തത് പിച്ച്. പിച്ച് ഇസ് ദി വിഡ്ത്ത്, വീതി. വീതിയാണ് നമ്മൾ ഇവിടെ പിച്ച് എന്ന് പറയുന്നത്. പിച്ച് റെഫേഴ്സ് ടു ഹൗ മെനി ക്യാരക്ടേഴ്സ് ക്യാൻ ഫിറ്റ് ഇൻ ആൻ ഇഞ്ച്. 1 ഇഞ്ച് നീളം എടുത്താൽ ആ 1 ഇഞ്ച് സ്പേസിൽ എത്ര ക്യാരക്ടേഴ്സ് നമ്മൾ ഫില്ല് ചെയ്യാൻ പറ്റും, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പിച്ച് പറയുന്നത്. കോമൺ പിച്ച് വാല്യൂസ് ആർ 10 and 12. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പിച്ച് വാല്യൂസ് 10ഉം 12ഉമാണ്. പിച്ച് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫിക്സഡ് പിച്ചും ഉണ്ട്, പ്രൊപ്പോർഷണൽ പിച്ചും ഉണ്ട്. അതിൽ ആദ്യം നമ്മൾ ഫിക്സഡ് പിച്ച്, അതിന് മോണോസ്പേസിക് എന്ന് പറയും. ഓൾ ദി ക്യാരക്ടേഴ്സ് ഹാവിങ് ദി സെയിം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇംഗ്ലീഷ് എടുത്താലും മലയാളം എടുത്താലും, ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സാമ്പിളിൽ ഇംഗ്ലീഷാണ് കാണിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വിൻഡോസ്, WINDOWS. അപ്പോൾ W ഒരു ക്യാരക്ടർ, ഒരു ആൽഫബറ്റ്, I വേറൊരു ആൽഫബറ്റ്, N വേറൊരു ആൽഫബറ്റ്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഏത് ആൽഫബറ്റിനും വീതി സെയിം ആണ്. ആ ഷെയ്ഡ്, ആ ഓരോ ആൽഫബറ്റിന് താഴെ ഷെയ്ഡഡ് പോർഷൻ ഉണ്ട്, അത് നോക്കി അറിയാം. എല്ലാ ക്യാരക്ടറിനും ഒരേ വീതിയാണ്. അതിന് നമ്മൾ ഫിക്സഡ് പിച്ച് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് വേറെ പേര് മോണോസ്പേസിക്. ഫിക്സഡ് പിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടറിനും, ഒരു ലാംഗ്വേജിലെ എല്ലാ ക്യാരക്ടറിനും ഒരേ വീതിയാണെങ്കിൽ അതിനെ നമ്മൾ ഫിക്സഡ് പിച്ച് എന്ന് പറയും. അടുത്തതാണ് പ്രൊപ്പോർഷണൽ പിച്ച്. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആർ ഹാവിങ് ഡിഫറെൻറ്റ് വിഡ്ത്ത്. ഫിക്സഡ് പിച്ചിൽ എല്ലാ ക്യാരക്ടറിനും ഒരേ വീതിയായിരുന്നു. പക്ഷെ പ്രൊപ്പോർഷണൽ പിച്ചിന് എല്ലാ ക്യാരക്ടറിനും ഒരേ വീതിയല്ല, പല വീതിയാണ്. അതേ വിൻഡോസ് നമ്മൾ വീണ്ടും എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ W വീതി കൂടുതൽ, Iക്ക് വീതി വളരെ കുറവ്, N വീതിയുണ്ട്, പക്ഷെ W അത്രയില്ല, Dക്ക് വീതിയുണ്ട്, ഓരോ ക്യാരക്ടറിനും അതിൻ്റേതായിട്ടുള്ള സൈസ് അനുസരിച്ച് വീതി വരും. പ്രൊപ്പോർഷൻ, അതിനാണ് നമ്മൾ പ്രൊപ്പോർഷണൽ പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് പിച്ചും ഉണ്ട്, പ്രൊപ്പോർഷണൽ പിച്ചും ഉണ്ട്. ഫോണ്ടിന്റെ അടുത്ത ഒരു പാരാമീറ്ററാണ് വെയിറ്റ്. വെയിറ്റ് ഓഫ് എ പർട്ടിക്കുലർ ഫോണ്ട് ഈസ് ദി തിക്നെസ് ഓഫ് ദി ക്യാരക്ടർ ഔട്ട്ലൈൻസ് റിലേറ്റീവ് ടു ദെയർ ഹൈറ്റ്. ഹൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്യാരക്ടറിന്റെ തിക്നെസ് ഇതിനാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. അത് പല കാറ്റഗറി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന A എന്നുള്ള ക്യാരക്ടറിന്റെ ആ പടം നോക്കിയാൽ അറിയാം. ഏറ്റവും വീതി കുറവ് വന്നപ്പോൾ ലൈറ്റ്, വീതി അടുത്ത കൂടിയപ്പോൾ റെഗുലർ, അടുത്ത സെമി ബോൾഡ്, ബോൾഡ്, ബ്ലാക്ക്. പക്ഷെ ഇവിടെ ഹൈറ്റ് നോക്കിയാൽ എല്ലാ എയുടെ ഹൈറ്റ് ഒന്നാണ്, പക്ഷെ അതിൻ്റെ തിക്നെസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ എക്സാമ്പിളിൽ ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ് നോക്കി. ഇനി ഒരു മലയാളം ഫോണ്ടിന്റെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഓഫ് എ മലയാളം. MLTT കാർത്തിക ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ മലയാളം ഫോണ്ട്. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മലയാളം ഫോണാണ് MLTT കാർത്തിക. ഇതാണ് അതിൻ്റെ ഐക്കോൺ. MLTT കാർത്തിക നോർമൽ എന്ന് പറഞ്ഞ ഐക്കോണാണിത്. അടുത്ത സ്ലൈഡിൽ നമുക്ക് ഇതിൻ്റെ അപ്പിയറൻസ് നോക്കാം. വിഷ്വൽ അപ്പിയറൻസ് ഓഫ് MLTT കാർത്തിക മലയാളം ഫോണ്ട്. MLTT കാർത്തിക ഫോണിൽ വിഷ്വൽ അപ്പിയറൻസ് അത് പല സൈസിൽ പോയിന്റ് 12 പോയിന്റിലാണ് ആദ്യത്തെ ലൈൻ, അത് കഴിഞ്ഞ് 18, അത് കഴിഞ്ഞ് 24, 36, 48, 60, 72. അപ്പോൾ മലയാള അക്ഷരങ്ങളുടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്കൽ ഫോർമാറ്റാണ് ഇത് കാണിക്കുന്നത്. ഇതാണ് വിഷ്വൽ അപ്പിയറൻസ് ഓഫ് MLTT കാർത്തിക മലയാളം ഫോണ്ട്. ഇനി നമ്മൾ ഈ ഫോണ്ട് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ
ഈ ഫോണ്ട് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്തിരിക്കും? സ്റ്റോറേജ് ലൊക്കേഷൻ ഓഫ് ഫോൺസ് ഇൻ വിൻഡോസ്. In Windows, fonts are stored in C: Windows Fonts folder. സാധാരണ ഇത് മിക്ക വിൻഡോസ് കമ്പ്യൂട്ടറിലും നമുക്ക് സി ഡ്രൈവ് എന്ന് പറയുന്നതിലായിരിക്കും നമ്മൾ ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ കൂടുതൽ സ്റ്റോർ ചെയ്യുന്നത് ആ അസംഷനിലാണ് ഇവിടെ നമ്മൾ. അപ്പം സി ഡ്രൈവിൽ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ സ്റ്റോർ ചെയ്യും. അപ്പം വിൻഡോസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പം വിൻഡോസ് ഫോൾഡറിനകത്ത് ഫോൺസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഫോൾഡർ ഉണ്ട്. അപ്പോൾ സി ഡ്രൈവിനകത്ത് വിൻഡോസ് ഫോൾഡറിനകത്ത് ഫോൺസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഈ ഫോൺസ് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തായിരിക്കും നമ്മൾ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സ്ക്രീൻഷോട്ടോടെ കാണിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ, അതിനകത്ത് ലോക്കൽ ഡിസ്ക് സി, അതിനകത്ത് വിൻഡോസ്, അതിനകത്ത് ഫോൺസ് എന്ന് പറഞ്ഞ ഫോൾഡർ. സി ഡ്രൈവിനകത്ത് വിൻഡോസിനകത്ത് ഫോൺസ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് നമ്മൾ ഈ വിൻഡോസ് ബേസ്ഡ് കമ്പ്യൂട്ടറിൽ ഫോൺസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത ഒരു മലയാളം ഫോണ്ട് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഇതാണ് ഈ മലയാളം കമ്പ്യൂട്ടറിലെ അവസാനത്തെ പോർഷനാണ് ഡൗൺലോഡിങ് ആൻഡ് ഇൻസ്റ്റാളിങ് മലയാളം ഫോണ്ട്. ഇപ്പൊ നമ്മൾ ഈ മലയാളം ഫോണ്ടല്ല ഏത് ഫോണ്ട് എടുത്താലും നമ്മൾ കൂടുതലും ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പം ഇൻ ദി സെർച്ച് ബോക്സ് ഓഫ് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ടൈപ്പ് മലയാളം ഫോൺസ് ആൻഡ് പ്രസ് എൻ്റർ കീ. ഗൂഗിൾ നമ്മൾ ഇന്ന് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ. ഗൂഗിളിന്റെ സെർച്ച് ബോക്സ് ഉണ്ട്. ആ സെർച്ച് ബോക്സിൽ മലയാളം ഫോണ്ട് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. സെർച്ച് ബോക്സിൽ മലയാളം ഫോണ്ട് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പം ആ സെർച്ച് എഞ്ചിൻ സെർച്ച് ചെയ്യും. ചെയ്തതിനു ശേഷം നമുക്ക് സെർച്ച് റിസൾട്ട് കിട്ടും. അപ്പം അത് സെർച്ച് റിസൾട്ട് ഒരുപാട് വെബ് സൈറ്റിൻ്റെ ലിങ്ക് കാണും. അതിൽ ഏതെങ്കിലും ക്ലിക്ക് അറ്റ് എനി ഓഫ് ദി സെർച്ച് റിസൾട്ട് ലിങ്ക്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മലയാളം ഫോൺ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം മലയാളം ഫോൺ.com എന്നുള്ള സൈറ്റിനകത്ത് 500+ മലയാളം ഫോൺ ഫ്രീ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിന് മലയാളം ഫോൺ നെറ്റ് എന്നുള്ള സൈറ്റിനകത്ത് മലയാളം ഫോൺ ഡൗൺലോഡ് ഫ്രീ മലയാളം ഫോൺസ്, അങ്ങനെ താഴെ ഒരുപാട് സൈറ്റ് കാണും. അപ്പം ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെർച്ച്, അപ്പം ഈ ഓരോന്ന് ഈ 500+ മലയാളം ഫോണ്ട് ഫ്രീ ഡൗൺലോഡും താഴെ ഇരിക്കുന്ന മലയാളം ഫോണ്ട് ഡൗൺലോഡ് ഫ്രീ മലയാളം ഫോണ്ട്, ഇതൊക്കെ സെർച്ച് റിസൾട്ടാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സെർച്ച് റിസൾട്ട് ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ എക്സാമ്പിളിൽ നമ്മൾ ആദ്യത്തെ ലിങ്ക് 500+ മലയാളം ഫോണ്ട് ഫ്രീ ഡൗൺലോഡ് എന്നുള്ള ലിങ്കാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ സെർച്ച് റിസൾട്ട് കിട്ടും. അത് പല ലിങ്ക്സ് ആയിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 500+ മലയാളം ഫോണ്ട് ഫ്രീ ഡൗൺലോഡ് എന്നുള്ള ലിങ്കാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വെബ് പേജിലോട്ട് പോകും. ദെൻ ദി വെബ് പേജ് ഓഫ് ദാറ്റ് ലിങ്ക് ഓപ്പൺസ്. അതിൻ്റെ വെബ് പേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പല മലയാളം ഫോണ്ട്, MLTT രേവതി, MLTT ആതിര നോർമൽ, MLTT അമ്പിളി നോർമൽ, MLTT തുഞ്ചൻ നോർമൽ, അങ്ങനെ പല ഫോണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെയും ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ആദ്യം കിടക്കുന്ന ഫോണ്ട് MLTT രേവതി എന്ന് പറഞ്ഞ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ദെൻ ക്ലിക്ക് അറ്റ് എനി ഓഫ് ദി ഡൗൺലോഡ് ലിങ്ക് ഓഫ് മലയാളം ഫോണ്ട്. അപ്പം നമ്മളിവിടെ ഏറ്റവും ആദ്യത്തെ ഫോണ്ട് MLTT രേവതി, അതിൽ ഡൗൺലോഡ് എന്നുള്ള ലിങ്ക് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പം അതിൻ്റെ സ്ക്രീൻ വരും, ഡൗൺലോഡ് MLTT രേവതി ഫോണ്ട്. എന്നിട്ട് ആ ഫോണ്ടിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കാണും, അതിൻ്റെ കോപ്പി റൈറ്റ് കാണും, അതിൻ്റെ നോർമൽ ഫീച്ചർ എന്നുള്ള കാണും. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഒരു ഹ്യൂമനാണ് ഡൗൺലോഡ് ചെയ്യണമെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ക്യാപ്ച ബോക്സ്, അതിലിപ്പം ഈ സ്ക്രീൻഷോട്ടിൽ 18860, അപ്പോൾ ആ ബോക്സിനകത്ത് 18860 ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ടൈപ്പ് ദി ക്യാപ്ച കോഡ് ഇൻ ദി ക്യാപ്ച ബോക്സ് ആൻഡ് ക്ലിക്ക് സബ്മിറ്റ് ബട്ടൺ. ഇത് നിങ്ങൾക്കറിയാം, പലപ്പോഴും ഇൻ്റർനെറ്റിൽ പല ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്യുമ്പം റൊബോട്ടിക്കലായിട്ട് ചെയ്യുന്നില്ല, നമ്മൾ ഹ്യൂമനാണ് ചെയ്യുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ഒരു ക്യാപ്ച കോഡ്. അപ്പം ക്യാപ്ച കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ എക്സാമ്പിളിൽ ക്യാപ്ച കോഡ് 18860 ആണ്. അതിൻ്റെ താഴെ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യാനുള്ള
ക്യാപ്ച ബോക്സ് ഉണ്ട്. ആ ക്യാപ്ച ബോക്സിൽ 18860 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ തൊട്ട് വലത് വശത്തുള്ള സബ്മിറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യും. Then the font will be downloaded. Indication appears as tab in the status bar. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ ആ താഴത്തെ സ്റ്റാറ്റസ് ബാറിൽ ഒരു ടാബ് കാണും. ആ ടാബിൽ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടും. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കാണും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിൻഡോസ് ബേസ് കമ്പ്യൂട്ടർ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ഇൻ്റർനെറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഡൗൺലോഡ് ഫോൾഡർ ഉണ്ട്. അതിലോട്ടായിരിക്കും ഈ ഫോണ്ട് ആദ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ എക്സാമ്പിൾ കാണിച്ച കമ്പ്യൂട്ടറിൽ ഈ ഡ്രൈവിലാണ്, ഈ ഡ്രൈവിനകത്താണ് ഡൗൺലോഡ്സ് ഫോൾഡർ. ആ ഡൗൺലോഡ് ഫോൾഡറിനകത്ത് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത MLTT രേവതി എന്ന് പറഞ്ഞ ഫോണ്ട് വന്നു. അപ്പം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് വിൻഡോസിനകത്ത് നമ്മൾ ഡൗൺലോഡ് ഫോൾഡർ വിൻഡോസ് ബേസ് കമ്പ്യൂട്ടറിനകത്ത് ഡൗൺലോഡ് ഫോൾഡർ കാണും. ആ ഡൗൺലോഡ് ഫോൾഡറിലോട്ടായിരിക്കും ആ ഫയല് ആദ്യം വരുന്നത്. ഇനി ആ ഫോണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ റൈറ്റ് ക്ലിക്ക് അറ്റ് ദി ഫോണ്ട്, ദെൻ റൈറ്റ് ക്ലിക്ക് മെനു അപ്പിയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രൈവിനകത്ത് ഡൗൺലോഡ്സിനകത്ത് MLTT രേവതി ഫോണ്ട് വന്നു. മൗസ് മൂവ് ചെയ്ത് അവിടെ കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു റൈറ്റ് ക്ലിക്ക് മെനു വരും. അതാണ് വലതുവശത്ത് കാണിച്ചിരിക്കുന്നത്. അതിൽ പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ട്, പ്രിന്റ് ഉണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ ഇൻസ്റ്റാൾ. ആ ഇൻസ്റ്റാൾ ഓപ്ഷൻ യൂസ് ചെയ്താണ് നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഡൗൺലോഡ് ഫോൾഡറിനകത്ത് ഫോണ്ട് നെയിം ഉണ്ട്, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം ഒരു റൈറ്റ് ക്ലിക്ക് മെനു വരും. അതിലടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആ ഇൻസ്റ്റാൾ ഓപ്ഷൻ ക്ലിക്ക് അറ്റ് ഇൻസ്റ്റാൾ ഓപ്ഷൻ ഇൻ ദി മെനു. ഇൻസ്റ്റാൾ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഞാൻ ഇൻസ്റ്റാൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അവിടെ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത്. ആ ഫോണ്ട് എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിൻഡോസ് ഫോൾഡറിനകത്ത് ഫോണ്ട് എന്നുള്ള ഫോൾഡറിലായിരിക്കും. Then the font will be installed on the computer in C:\Windows\fonts. അതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. സി ഡ്രൈവിനകത്ത് വിൻഡോസ് എന്നുള്ള ഫോൾഡറിനകത്ത് ഫോൺസ് എന്നുള്ള ഫോൾഡറിനകത്ത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത മൈക്രോസോഫ്റ്റ് രേവതി എന്ന് പറയുന്ന ഫോണ്ട് ഡൗൺലോഡ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഒരു മലയാളം ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി DTP ആൻഡ് മലയാളം കമ്പ്യൂട്ടിംഗ് എന്നുള്ള DCS പേപ്പറിൻ്റെ മലയാളം കമ്പ്യൂട്ടിംഗ് എന്നുള്ള മോഡ്യൂള് കഴിഞ്ഞു. ഓക്കെ.